ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജുസ്കിച്ചനിലേക്ക് സ്വാഗതം. ചിക്കൻ പൊട്ടിത്തെറിച്ചത്, ഒരു മലബാർ ഡിഷായ ചിക്കൻ പൊട്ടിത്തെറിച്ചതാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാന്ന്. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. ചിക്കൻ്റെ എല്ലില്ലാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം അത് ഇതേപോലെ കുറച്ച് നീളത്തിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നൈസായിട്ടും കട്ട് ചെയ്തെടുക്കാം. എത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 5 പൊട്ടിത്തെറിച്ചത് ഉണ്ടാക്കാനുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ചെറുതായിട്ട് വേണം അടിച്ചു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് അടിച്ചിട്ടൊന്ന് ഇതേപോലെ പരത്തി കൊടുക്കുക. എല്ലാ ചിക്കനും ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നോർമൽ മുളക് പൊടി ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ കുറച്ച് എരിവ് കുറഞ്ഞിട്ടെന്ന് വെച്ചിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വിനാഗിരി ഇല്ലെങ്കിൽ അതിന് പകരം നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. 1 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ മസാലയൊക്കെ പുരട്ടുന്ന പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിപ്പോയി. ഇത്ര തിക്കാവുമ്പോൾ നമുക്കതിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് മസാല റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ചിക്കൻ്റെ പീസും എടുത്തിട്ട് അതിലേക്ക് ഈ മസാല പുരട്ടി വെച്ച് കൊടുക്കാം. ഇങ്ങനെ മസാല പുരട്ടിയിട്ട് ഒരു മണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ചിക്കനിലെല്ലാം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. 1 മണിക്കൂറിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല, അത്രയും മസാല പിടിച്ചോളും. മിനിമം 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഉപ്പൊക്കെ പാകമാണോ എന്നൊന്ന് നോക്കാം. എന്നിട്ട് എല്ലാ ചിക്കനിലും മസാല പുരട്ടിയിട്ട് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം മസാല പിടിക്കാനായിട്ട്. എല്ലാ ചിക്കൻ പീസിലും ഞാനിവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാനിതൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ പൊട്ടിത്തെറിച്ചത് ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ബാർബിക്യൂ സ്ക്യൂവേഴ്സ് വേണം. ഇതിലേക്കാണ് നമ്മൾ ചിക്കന് കോർത്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് നമ്മളൊരു 30 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ടാണ് നമ്മൾ സാധാരണ അത് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാൻ സോക്ക് ചെയ്ത് വെക്കാറ്. അതാകുമ്പോൾ കുറച്ച് വെള്ളം മതി. ബോട്ടിൽ നിറച്ചിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഒരു 30 മിനിറ്റ് ഇങ്ങനെ ചെയ്ത് വെക്കാം. എന്നിട്ട് വേണം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ ബോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സമൂസയുടെ ഷീറ്റ് വേണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കവർ ചെയ്തെടുക്കുന്നത് പൊട്ടിത്തെറിച്ചതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലത്തെ സമൂസയുടെ ഷീറ്റ് വാങ്ങിച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എത്രത്തോളം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് തന്നെ കുറച്ച് തിക്കാണ്. ഇതിനേക്കാളും കുറച്ചും കൂടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഈ സമൂസയുടെ ഷീറ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു. ഇവിടെ എല്ലായിടത്തും ഉണ്ട്, നാട്ടിലുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സമൂസയുടെ ഷീറ്റ് വാങ്ങിക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച ചിക്കൻ എടുക്കാൻ വേണ്ടി പോവാണ്. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ കോഴിമുട്ടയുടെ നനവിലേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന സമൂസയുടെ ഷീറ്റ് ഒട്ടിപ്പിടിക്കേണ്ടത്.
അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ചിക്കനിലേക്കും മസാലയൊക്കെ നന്നായിട്ട് വരണം. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ കോഴിമുട്ട ഒഴിച്ചു കഴിഞ്ഞാൽ ഈ കോഴിമുട്ടയുടെ ഒരു നനവ് വരും ചിക്കനിലേക്ക്. എന്നിട്ട് വേണം അത് ഒട്ടിപ്പിടിക്കാനായിട്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു കോഴിമുട്ടയിൽ മാത്രം മുക്കിയിട്ട് ഒന്നും കൂടി സമൂസ ഷീറ്റിൽ മുക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ചിക്കനും മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാത്തിലും നന്നായിട്ട് മസാലയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പൊട്ടിത്തെറിച്ചത് ആക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബാർബിക്യൂ സ്ക്യൂവേഴ്സ് എടുക്കുക. ഇനി ഇതിലേക്ക് ഇതേപോലെ ചിക്കന് കോർത്തു കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് ചെറിയ പീസായതുകൊണ്ട് ഞാനിത് ഒന്നിൽ തന്നെ 2 എണ്ണം വെച്ചിട്ട് കോർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും വലുതൊക്കെ ആണെങ്കിൽ 1 വെച്ച് കോർക്കുക. അല്ല ഇതിനേക്കാളും ചെറുതൊക്കെ ആണെങ്കിൽ 3 എണ്ണോ 4 എണ്ണോ എത്ര എണ്ണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെടുത്ത ചിക്കൻ്റെ പീസിനനുസരിച്ചിട്ട് കോർത്തെടുക്കുക. ഇതേപോലെ വേണം കോർത്തെടുക്കാനായിട്ട്. ഒരെണ്ണം കൂടി ഞാൻ ഇതിലേക്ക് തന്നെ കോർക്കാൻ വേണ്ടി പോവാണ്. ഇതേപോലെ കോർത്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ 2 എണ്ണം ഒരു സ്ക്യൂവേഴ്സിലേക്ക് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന സമൂസ ഷീറ്റിന്റെ മിക്സിലേക്ക് ഒന്ന് മുക്കിയിട്ട് കവർ ചെയ്തെടുക്കാം. ഈ ചിക്കന് മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സമൂസ ഷീറ്റിന്റെ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. കുറച്ചും കൂടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ സമൂസ ഷീറ്റ്. അതാണ് കൂടുതൽ നല്ലത്. ഇത് തന്നെ കുറച്ചൊരു കട്ടിയായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയുള്ള ചിക്കൻ്റെ പീസുകളും സ്ക്യൂവേഴ്സിൽ കോർത്തെടുത്തിട്ട് കവർ ചെയ്തെടുക്കാം. എല്ലാ ചിക്കൻ പീസും ഞാനിവിടെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഇതേപോലത്തെ കുറച്ച് വലിപ്പമുള്ള ഫ്രൈ പാനാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ചിക്കന് മൊത്തമായിട്ട് ഇതിൽ മുങ്ങണമല്ലോ. അപ്പോൾ കുറച്ച് വലിപ്പമുള്ളത് വേണം. ഇല്ലെങ്കിൽ സ്ക്യൂവേഴ്സിന്റെ ആ കൗല് പുറത്തേക്ക് നിന്നിട്ട് ചിക്കനിലേക്ക് മുങ്ങിക്കിട്ടില്ല. അപ്പോൾ ഇതേപോലത്തെ ഒരു ഫ്രൈ പാൻ എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ചിക്കന്റെ പീസ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള കോട്ടിങ് മാത്രം മൊരിഞ്ഞ് കിട്ടുകയുള്ളൂ. ഉള്ളിലുള്ള ചിക്കൻ വെന്തിട്ടുണ്ടാവില്ല. നമ്മൾ ചിക്കന് വേവിക്കാതെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിക്കനും കൂടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വേവിച്ചെടുക്കാം. എങ്കിലേ ചിക്കൻ വേവുള്ള ഉള്ളിലുള്ള. ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഓരോ സൈഡും വേവിച്ചെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ചിക്കൻ വേവില്ല. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡും അതേപോലെ മൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അടുത്ത സൈഡും കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ സൈഡും കൂടി ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. എല്ലാ ചിക്കൻ പീസസും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡും ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലെല്ലാം അതിൽ നിന്ന് പൊയ്ക്കോളും. ബാക്കിയുള്ള ചിക്കൻ പൊട്ടിത്തെറിച്ചതും ഇതേപോലെ ആക്കിയെടുക്കാം. ഈ ഓയിലൊക്കെ തന്നെ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഞാനിവിടെ ആക്കിയെടുക്കാൻ വേണ്ടി പോവാണ്. ചിക്കൻ പൊട്ടിത്തെറിച്ചത് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ചിക്കൻ പൊട്ടിത്തെറിച്ചത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് സമൂസ ഷീറ്റും ചിക്കനും മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും.
താങ്ക് യു.